അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇപ്പോൾ മഞ്ഞുകാലമായതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ജലദോഷം, പനി, ചുമ നല്ല രീതിയിൽ ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ ഡെങ്കിപ്പനിയുടെ ഒരു ഭീതിയുണ്ട്, കൊറോണയുടെ ഒരു ഭീതിയുണ്ട്. ഇപ്പോൾ ഡെങ്കിപ്പനിക്ക് ആണെങ്കിൽ നമുക്ക് ഈ സാധാരണ അതിന് കിട്ടുന്ന മരുന്ന് ഇംഗ്ലീഷിലാണെങ്കിൽ ഇത് ഉണക്കിപ്പൊടിച്ച പപ്പായയുടെ ഇലയാണ് ഉണക്കിപ്പൊടിച്ചിട്ടുള്ള ഗുളികൻ തരുന്നത്. അതുപോലെ തന്നെ ഹോമിയോയിലാണെങ്കിൽ ഇത് നീറ്റിയിട്ടുള്ള തുള്ളിമരുന്നാണ് തരുന്നത്. അപ്പോൾ നമ്മൾ ഡെങ്കിപ്പനിക്ക് സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ 2-3 പീസ് എടുത്തിട്ട്, അതായത് ഏറ്റവും മൂത്തതും പറ്റില്ല, ഏറ്റവും ഇളയതും പറ്റില്ല, ചെറുപ്പക്കാരനായിരിക്കണം. അപ്പോൾ എന്നാലേ അതിന് ഔഷധ ഗുണമുള്ളൂ. അതൊരു 2-3 പീസിനകത്ത് കുറച്ച് കീറി എടുത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ഡെങ്കിപ്പനി അവിടെ സ്റ്റോപ്പായി. പിന്നെയുള്ളത് കൊറോണ വൈറസ് നമുക്കറിയാം. എൻ്റെ വീട്ടിൽ എൻ്റെ പേരക്കുട്ടിക്ക് 2 വയസ്സുള്ള പേരക്കുട്ടിക്ക് വരെ ഇത് ആ സമയത്ത് വന്നതാണ്. എന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് ആരോടും പറഞ്ഞില്ല. ഞങ്ങൾ കഴിച്ചത് ആഴ്സനിക്കം ആൽബം എന്ന് പറഞ്ഞിട്ടുള്ള തുള്ളി മരുന്നുണ്ട് ഹോമിയോയിൽ. അത് കേന്ദ്ര ഗവൺമെൻറ്റും പറഞ്ഞിട്ടുള്ള ആയുഷ് മന്ത്രാലയം പറഞ്ഞാണ് അത് ഹോമിയോയിൽ മരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കഴിച്ച്, അതുപോലെ തന്നെ കരിഞ്ജീരക ഓയിൽ നമ്മൾ 2 തുള്ളി വീതം നമ്മൾ തേനിൽ ചാലിച്ചിട്ട് രാവിലെയും വൈകുന്നേരം കഴിച്ച്. ഇനി തേനില്ലാത്തവർക്ക് വെള്ളത്തിലായാലും കഴിക്കാം. അതുപോലെ തന്നെ നമ്മൾ ആവിയും പിടിക്കുക, അത്രേ ഉള്ളൂ. ഇത് കൊറോണ വൈറസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ശരീരത്തിൽ വേറൊന്നും ചെയ്യുന്നില്ല. ഇത് ശ്വാസകോശത്തിൽ ചെന്ന് ഇരിക്കുകയും അവിടെ ഇത് പെട്ടെന്ന് പെരുകി ശ്വാസകോശത്തിൽ ലോഡായി ശ്വാസകോശം ശരിക്കും വർക്ക് ചെയ്യാതെ വരികയും ശ്വാസം മുട്ടുണ്ടാവുകയും ന്യൂമോണിയ വന്ന് പക്കിൽ ഇതിങ്ങനെ ശരിക്കും വർക്ക് ചെയ്യുമ്പോൾ ലോഡായി കഴിയുമ്പോൾ നീർക്കെട്ട് വരും. നീർക്കെട്ട് വന്നിട്ടാണ് ന്യൂമോണിയ ആയിട്ടാണ് മരണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഇട കൊടുക്കരുത്, ഈ സാധനം പെരുകാനിടയാകരുത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ജലദോഷം, ചുമയും നമുക്ക് ഉണ്ടല്ലോ, നിലവിലുണ്ട്. അപ്പോൾ ഇത് പനി ഉണ്ടാകുന്നത് കഫക്കെട്ടുണ്ടായിട്ടാണ്. അപ്പോൾ നമ്മൾ പനിക്ക് വേണ്ടി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് എന്തുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. ഇത് പച്ചമഞ്ഞളിൻ്റെ ഒരു കഷ്ണം, ഇത് പപ്പായയുടെ ഇല, ഇത് ഒരെണ്ണം ഒടിച്ചെടുക്കുക. എന്നിട്ട് പപ്പായയുടെ ഇല, അതുകൂടാതെ നമ്മൾ പച്ചമഞ്ഞൾ നല്ലൊരു പീസ് എടുത്തിട്ട് ചതച്ചിടുക. അതും അണുനാശിനിയാണ്. പിന്നെ നമുക്ക് പനിക്കൂർക്കേ അല്ലെങ്കിൽ നമ്മൾ തുളസിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടുക. ഇടുക, ഇല്ലെങ്കിൽ ഇത് മതി നമുക്ക്. എന്നിട്ട് ഒരു ചെറിയ വാവട്ടം കുറഞ്ഞിട്ടുള്ള പാത്രത്തിൽ ഇട്ട് തിളപ്പിച്ചിട്ട് കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ബ്ലാങ്കറ്റ് എന്തെങ്കിലും കൊണ്ട് വെച്ചിട്ട് മൂടി, ഒരു തരി എയർ പുറത്തോട്ട് പോകാത്ത രൂപത്തിൽ കമന്ന് ശരിക്ക് അതിൻ്റെ ടോപ്പ് മൂടി തുറന്നിട്ട് മൂക്കിലേക്കും വായിലേക്കും വലിച്ചു കയറ്റുക. നെഞ്ചത്ത് പൊള്ളിച്ച് ശ്വാസകോശത്തിലോട്ടൊക്കെ ചെല്ലും. ഉള്ളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് ഇത് നേരെ വായിലൂടെയും വലിക്കുക, മൂക്കിലൂടെയും വലിച്ചു കയറ്റുക ആവി. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ ശ്വാസകോശത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് ചത്തുപോകും. ഞങ്ങൾ വീട്ടിലൊക്കെ അതൊക്കെയാണ് ചെയ്തത്, വേറെ ഒന്നും ചെയ്തില്ല. നമ്മൾ മരുന്നൊന്നും ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിച്ചില്ല, നമ്മളാരോടും പറഞ്ഞില്ല. അത് 2 തവണ എനിക്ക് വന്നതാണ് ആ സമയത്ത്. അപ്പോൾ നമ്മൾ ശരിക്കും ഉള്ളിലേക്ക് വലിച്ച് കയറ്റുക. അപ്പോൾ നമുക്ക് ഈ ശ്വാസം, ഇപ്പോഴുള്ള ജലദോഷത്തിനും ഇത് നല്ലതാണ്, ചുമക്കും പനിക്കൊക്കെ അതും നല്ലതാണ്, ഈ കൊറോണക്കും നല്ലതാണ് ഇത്. പിന്നെ ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ മൂക്കടയുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ സാധാരണ ജലദോഷം ചുമക്ക് നമുക്ക് മൂക്കടയുന്നൊരു വിഷയമുണ്ട്. മൂക്കടഞ്ഞാൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. എത്ര ആവി കൊണ്ടാലും കുറച്ച് കഴിയുമ്പോൾ ഇത് ഇളകിയിട്ട് മൂക്കടയും. അതിന് ഞാൻ ചെയ്യുന്നത് ഓക്സി ഡ്രോപ്സ് എന്ന് പറഞ്ഞ തുള്ളി മരുന്നുണ്ട്. പല തുള്ളി മരുന്നുകളും നോസൽ ഡ്രോപ്സുകളും ഉണ്ട്, ഇംഗ്ലീഷിൽ വാങ്ങാൻ കിട്ടും. ഇത് OXY-DROPS കുട്ടികളുടെ ഉണ്ട്, ഇത് മുതിർന്നവരുടെ ഉണ്ട്. അപ്പോൾ ഞാനിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടക്കാൻ നേരത്തെ ആണെങ്കിൽ പകൽ മൂക്കടഞ്ഞാലും ചെയ്യും. 2-3 തുള്ളി മൂക്കിൽ ഓരോ ഹോളിലും ഇറ്റിച്ചിട്ട് മൂക്കിലേക്ക് വലിച്ചു കയറ്റും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചീറ്റി കഴിയുമ്പോൾ മൂക്ക് പിന്നെ അത് വികസിച്ച് പിന്നെ അത് ചുരുങ്ങില്ല. നമുക്ക് ഫുള്ളായിട്ട് ഫാനിട്ട് കിടന്നാലും നമുക്ക് കുഴപ്പമില്ല, മൂക്കടയില്ല. രാത്രി ഉറക്കം നമുക്ക് പ്രശ്നം വരില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതുപോലെ ചെയ്യുക. ഓക്കെ.